level 95%. മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ദീനി സേവനം ചെയ്യുകയും നബിദിന പ്രോഗ്രാമിന് വേണ്ടി സജ്ജമാവുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട 6 ഉസ്താദുമാർക്ക് ഇല്യാസ് കെ വി സ്പോൺസർ ചെയ്തിരിക്കുന്നു. കേശവ അസാസ് പ്രീ സ്കൂളിൽ കൊച്ചുകുട്ടികൾക്കായി സേവനം ചെയ്യുന്ന അസാസിലെ പ്രിയപ്പെട്ട 3 ടീച്ചർമാർക്കും ഇല്യാസ് കെ വി സ്പോൺസർ ചെയ്തിരിക്കുന്നു. കേശവ നിങ്ങളാണ് ഗ്രൂപ്പിന്റെ പേര് പറയേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളൊരു മാസ്റ്റർ ഹണ്ട് എന്ന് പറയുന്ന ഒരു ക്വിസ് കോമ്പറ്റീഷൻ പ്രോഗ്രാമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണുകൊണ്ടല്ലാതെ മറ്റ് ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അതായത് മണത്ത്, അതുപോലെ തന്നെ രുചിച്ച്, സ്പർശിച്ചുകൊണ്ട്, അതേപോലെ കേട്ടുകൊണ്ട് അവർക്ക് ഓരോ വസ്തുക്കളെയും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് സജ്ജീകരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവർക്കൊരു പേപ്പർ കൊടുത്തിട്ടുണ്ട്. ആ പേപ്പർ ഏകദേശം മധ്യഭാഗത്തായിട്ട്, നടുവിലായിട്ട് ഒരു വൃത്തം വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ വൃത്തം അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എവിടെയാണ് വരച്ചിട്ടുള്ളതെന്ന്. ആ വൃത്തത്തിന്റെ ഉള്ളിൽ അവര് മിസ്കെ റബീഉൽ ഫസ്റ്റ് എന്ന് എഴുതലാണ് ഒന്നാമത്തെ ടാസ്ക്. അപ്പൊ ആദ്യം തന്നെ അവർ ആ വൃത്തം എവിടെയാണ് എന്ന് കണ്ടുപിടിച്ച് 1 മിനിറ്റാണ് സമയം നമ്മൾ അവർക്ക് അനുവദിച്ചിട്ടുള്ളത്. ആ 1 മിനിറ്റിന്റെ ഉള്ളിൽ അവർ ആ വൃത്തത്തിന്റെ ഉള്ളിലായിക്കൊണ്ട് ഒരു അക്ഷരം പോലും പുറത്തേക്ക് പോവാതെ ആ വൃത്തത്തിന്റെ ഉള്ളിൽ അവർ മിസ്കെ റബീഉൽ ഫസ്റ്റ് എന്ന് എഴുതണം. അങ്ങനെ എഴുതുകയാണെങ്കിൽ 1 പോയിന്റ് അവർക്ക് ലഭിക്കുന്നതാണ്. സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ ടൈം തുടങ്ങും. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ടൈം അവസാനിക്കുകയും ചെയ്യും. സ്റ്റോപ്പ് എന്ന് പറയുന്ന സമയത്ത് പെൻ താഴ്ത്തി വെക്കണം. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സമയത്തിന്റെ പരിധി അവസാനിച്ചു എന്നാണ്. അപ്പോ ടൈം തുടങ്ങുകയാണ്. സ്റ്റാർട്ട്. മൂന്ന് വിദ്യാർത്ഥികളും എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥി മാത്രമാണ് മിസ്കെ റബീഉൽ ഫസ്റ്റ് എന്ന് മാത്രമാണ് എഴുതാൻ പറഞ്ഞിരുന്നത്. അത് വൃത്തത്തിന്റെ ഉള്ളിലായിട്ട് എഴുതിയിട്ടുള്ളത്. ഗ്രൂപ്പ് സുഹബ 1 പോയിന്റ്. ബാക്കി 2 ആളുകളും വൃത്തത്തിന്റെ പുറത്താണ് എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു പാട്ട് അവതരിപ്പിക്കും, പാട്ട് പാടാണ്. ഈ പാട്ട് പാടുന്ന വിദ്യാർത്ഥി ആരാണെന്ന് അവര് എഴുതണം. അവർക്ക് കൊടുത്ത പേജിൽ അവരെഴുതണം ഏത് വിദ്യാർത്ഥിയാണ് ഈ പാട്ട് പാടുന്നത് എന്ന് അവരുടെ A4 ഷീറ്റിൽ അവർക്ക് കൊടുത്തിട്ടുള്ള പേപ്പറിൽ എഴുതുകയാണ് വേണ്ടത്. ഇപ്പൊ എഴുതരുത്, ഒരു സമയം തരും. പേന താഴ്ത്തു വെക്കണം, പേന താഴ്ത്തു. പാട്ട് പാടിയതിനു ശേഷം അവർക്ക് സമയം കൊടുക്കും. ആ സമയത്ത് മാത്രമേ അവർ എഴുതാൻ പാടുള്ളൂ. ഇനി നിങ്ങൾക്ക് എഴുതാനുള്ള സമയമാണ്. സ്റ്റാർട്ട്. 1 മിനിറ്റാണ് സമയമുള്ളത്. ആ സമയത്തിനുള്ളിൽ വേഗം എഴുതുക. കുട്ടിയുടെ പേര് എഴുതുക, ആരാണ് പാട്ട് പാടിയത്. എല്ലാവരും എഴുതി കഴിഞ്ഞു? അജ്മൽ, അജ്മൽ, അസ്ലം എന്നാണ് ഇവർ 3 പേര് എഴുതിയിട്ടുള്ളത്. ഉത്തരം തെറ്റാണ്. ഷഹസാദ് എന്ന വിദ്യാർത്ഥിയാണ് പാട്ട് പാടിയത്. 3 പേർക്കും പോയിന്റ് ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന സദസ്സിന് ആരും ഉത്തരം പറയരുത്. ഒരു കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഉത്തരം പെട്ടെന്ന് എഴുതാൻ പറ്റും. അപ്പൊ ആരും സംസാരിക്കരുത്, ഉത്തരം പറയരുത്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോപ്പാണ്. ഈ സോപ്പിന്റെ പേര് അവർ മണത്ത് പറയണം. മണത്ത് കൊണ്ട് ഇത് ഏത് സോപ്പാണ്, ഏത് കമ്പനിയുടെ സോപ്പാണെന്ന് അവർ പറയാം. അതാണ് അടുത്ത ടാസ്ക്. പറയല്ല, എഴുതാണ് വേണ്ടത്. ഇപ്പൊ എഴുതണ്ട, നിങ്ങൾക്ക് ടൈം തരും, അപ്പൊ എഴുതിയാൽ മതി. പറയരുത് കേട്ടോ. നിങ്ങൾക്ക് സമയം തരുമ്പോ എഴുതിയാൽ മതി. എഴുതരുത്. സമയം തരുമ്പോ എഴുതിയാൽ മതി. മൂന്നാൾ മണത്ത് നോക്കില്ലേ? നിങ്ങളുടെ എഴുതേണ്ട സമയമാണ്. സ്റ്റാർട്ട്. സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓരോരുത്തരും എഴുതിയത് ഓരോരുത്തരും പറയണം. ആദ്യം ചന്ദ്രിക എന്നാണ് ഒന്നാമത്തെ ആൾ എഴുതിയിട്ടുള്ളത്. ഉത്തരം മെഡിമിക്സ് ആണ്. മെഡിമിക്സ് സോപ്പായിരുന്നു കാണിച്ചിട്ടുള്ളത്. 3 ആളുടെ ഉത്തരം തെറ്റാണ്. 4ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തത് ബിസ്ക്കറ്റ് ആണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന, ചായക്കടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ആണ്. ആ ബിസ്ക്കറ്റ് പൊട്ടിച്ച് അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കും, ഒരു പൊട്ട്. അത് ഏത് ബിസ്ക്കറ്റ് ആണെന്ന് അവർ പറയണം. ഏതാണ് ബിസ്ക്കറ്റ് എന്ന് അവരത് തിരിച്ചറിയണം. പറയരുത്, അത് എഴുതാണ് വേണ്ടത്. എഴുതാനുള്ള സമയം തരുന്നതാണ്. ആ സമയത്ത് മാത്രമേ എഴുതാവൂ. മൂന്നാൾ എഴുതാനുള്ള സമയം.
എഴുതി കഴിഞ്ഞു, മൂന്നാൾ എഴുതി കഴിഞ്ഞു. സ്റ്റോപ്പ്. ഒന്നാമത്തെ ആൾ പാർലേജ് എന്നാണ് ഒന്നാമത്തെ ആൾ എഴുതിയത്. രണ്ടാമത്തെ പാർലേജ്, മൂന്നാമത്തെ പാർലേജ്. മൂന്നാളിൽ ഉത്തരം ശരിയാണ്. പാർലേജ് ആണ് മൂന്നാൾ എഴുതിയിട്ടുള്ളത്. ഉത്തരം ശരിയാണ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസിന് 30 സെക്കൻഡ് ടൈം ഉള്ളൂ. 30 സെക്കൻഡിന്റെ ഉള്ളിൽ എഴുതണം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്കെയിലാണ്. ഈ സ്കെയിൽ അവർ പിടിച്ചു നോക്കിയിട്ട് ഇത് എത്ര സെന്റിമീറ്റർ ഉണ്ട് എന്നുള്ളത് അവർ പറയണം. ഈ സ്കെയിലിന്റെ സെന്റിമീറ്റർ എത്രയാണെന്ന് അവര് തൊട്ട് നോക്കി അവർ പറയണം. ഷാദിൽ ഒന്നാമത്താണ് എഴുതാണ്, പറയാനല്ല. ഓക്കെ അല്ലേ? എഴുതാനുള്ള സമയം തരാ, സമയത്ത് എഴുതിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ എപ്പോ എഴുതണ്ട, സമയം തരുമ്പോ എഴുതി മതി. ഓക്കെ ആണോ? ടൈം സ്റ്റാർട്ട് ചെയ്യാണ്. 30 സെക്കൻഡ് ടൈം ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ സ്കെയിൽ എത്ര സെന്റിമീറ്റർ ആണെന്ന് എഴുതണം. സ്റ്റോപ്പ്. ഒന്നാമത്താണ് എത്ര സെന്റിമീറ്റർ? 25. രണ്ടാമത്തെ 30. മൂന്നാമത്തെ ആള് 30. ഉത്തരം മൂന്നാണ് തെറ്റാണ്. 45 സെന്റിമീറ്റർ ആണ്. 45 സെന്റിമീറ്റർ ആണ് സ്കെയിൽ ഉണ്ടായിരുന്നത്. ഒരു പച്ചക്കറിയാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കറികളിലൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ സാധനം അവർ പിടിച്ചു നോക്കിയിട്ട് ഇതെന്താണ്, ഏത് വെജിറ്റബിൾ ആണെന്ന് അവർ എന്ത് ചെയ്യണം, പറയണം. ഒന്നാമത്താണ് എഴുതണം, പറയലല്ല, എഴുതലാണ്. ഓക്കെ അല്ലേ? രണ്ടാമത്തെ ആള് മൂന്നാമത്താണ്. ഏതാ ടൈം തരും? ടൈം തന്നതിന് ശേഷം എഴുതിയാൽ മതി. ടൈം സ്റ്റാർട്ട്. 30 സെക്കൻഡ് ടൈം ഉള്ളൂ. 30 സെക്കൻഡിനുള്ളിൽ എഴുതണം. ഒരു ഭാഗം കൊണ്ടുപോകാ, മറ്റേ ഭാഗം മനസ്സിലായി. തക്കാളി എങ്ങനെ ടൈം കഴിഞ്ഞു. ഒന്നാമത്തെ ആൾ എന്താ എഴുതി? രണ്ടാമത്തെ കിഴങ്ങ്. മൂന്നാം കിഴങ്ങ്. ഉരുളക്കിഴങ്ങാണ് ഉത്തരം. കിഴങ്ങാണ്. രണ്ടാൾ ഉത്തരം ശരിയായിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് കട്ടൻ ചായ കൊടുക്കാൻ വനിതാ വിങ്ങിന്റെ പ്രവർത്തകർ സജ്ജമായി ഇറങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. വനിതാ വിങ്ങിന്റെ പ്രത്യേക ശ്രദ്ധ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി മത്സരം അവസാനിക്കും. പോയിന്റ് നോക്കിയിട്ട് ഈക്വൽ ആവുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും. ഒരു ഇലയാണ്, ഒരു മരത്തിന്റെ ഇലയാണ്. ഈ ഇല ഏത് മരത്തിന്റെ, ഏത് ചെടിയുടെ ഇലയാണെന്ന് എന്ത് ചെയ്യണം, അവർ തിരിച്ചറിയണം. തൊട്ട് താക്കാനേ പറ്റുള്ളൂ.
മണത്ത് നോക്കാൻ പറ്റൂല, സ്മെല് ചെയ്യാൻ പാടില്ല. ഇത് തൊട്ട് നോക്കി പിടിച്ചു നോക്കിയിട്ട് ഇത് ഏത് മരത്തിന്റെ ഇലയാണെന്ന് അവരെ എഴുതണം. ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആള്. സമയം തരും, സമയം തരും, സമയം തരും. സ്റ്റാർട്ട്. 30 സെക്കൻഡ് സമയമുണ്ട്. 30 സെക്കൻഡിന്റെ ഉള്ളിൽ എഴുതണം. സ്റ്റോപ്പ്. ഒന്നാമത്തെ ആൾ എന്താ എഴുതിയത്? അടക്കാപ്പഴ മരത്തിന്റെ ഇലയാണ് എഴുതിയത്. എഴുതിയതാണ് പറയുന്നത്. അടക്കാപ്പഴം. രണ്ടാളത്തിന് ശരിയാണ്. രണ്ടാള് അടക്കാപ്പഴ മരം അല്ലെങ്കിൽ പേരക്ക മരത്തിന്റെ ഇലയാണ്. രണ്ടാളത്തിന് ശരിയാണ്. മൂന്നാളിൽ 2 പേർക്ക് 3 പോയിന്റ്. 7 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ 3 പോയിന്റ് രണ്ടാള് പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാൾക്ക് വേണ്ടി ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടതുണ്ട്. 3ാം സ്ഥാനം കിട്ടിയിട്ടുള്ളത് ഷാദിലി അമ്മാണ്. 2 പോയിന്റ് ആണ്. 7 ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ 3ാം സ്ഥാനം കിട്ടിയ ആള് ഷാദിലി അമ്മ. ഗ്രൂപ്പ് സൂപ്പർ. ഇനി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആരാണ് ഉത്തരം എഴുതിയ ആള് അയാളായിരിക്കും ഫസ്റ്റ് കിട്ടുന്ന ആള്. ഉത്തരം എഴുതാത്ത ആള് സെക്കൻഡ് ആയിരിക്കും. ക്യാമറ ഉണ്ട്. കഴിച്ചിട്ട് പേരെന്താണെന്ന് പറയണം. കഴിച്ചതിന് ശേഷം എഴുതാനുള്ള സമയം പറയും. എഴുതും. എഴുതാം. ഇരുപത് സെക്കൻഡായി. 10 സെക്കൻഡ് കൂടെ ടൈമുള്ളൂ. സ്റ്റോപ്പ്. ഒന്നാമത്തെ ആൾ എന്താ എഴുതിയത്? ഒന്നും എഴുതിയില്ല. രണ്ടാമത്തെ ആൾ ഇത്ര തെറ്റാണ്. സഫാരി എഴുതുന്ന മുട്ടായി. സഫാരി മുട്ടായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നമ്മള് സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം, മത്സരാർത്ഥികൾ ശ്രദ്ധിക്കാം. സ്റ്റേജിലേക്ക് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. എത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റേജിലേക്ക് കയറുമ്പോ? അതിന് എത്ര പടികളുണ്ട് എന്ന ചോദ്യം. ഉത്തരം എഴുതാൻ സമയം തരും. സമയം തരുന്നിട്ട് എഴുതിയാൽ മതി.
സ്റ്റേജ് മേലേക്ക് കയറുന്ന സമയത്ത് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ എത്ര സ്റ്റെപ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സ്റ്റോപ്പ്. എത്ര? 5. രണ്ടാമത്തെ 5. ഉത്തരം ശരിയാണ്. 5 പടികളുണ്ട്. രണ്ടാളും ഉത്തരം എഴുതിയിട്ടുണ്ട്. ഇത് ഒരു നോട്ടാണ്. നമ്മള് സാധാരണ ഉപയോഗിക്കുന്ന ഒരു നോട്ടാണ്. ഈ നോട്ട് അവർ പിടിച്ചു നോക്കിയിട്ട് ഇത് എത്രയാണ്, ഈ നോട്ട് എത്ര രൂപയാണെന്ന് അവർ പറയണം. ഒന്നാമത്തെ രണ്ടാമത്തെ എഴുതാനുള്ള സമയം തരും. എത്ര രൂപയാണ് ഇപ്പൊ നിങ്ങൾ പിടിച്ചത്? എത്ര രൂപയാണ്? എത്ര രൂപയുടെ നോട്ടാണ് ഇപ്പൊ കയ്യിൽ തന്നത് എന്നാണ് എഴുതേണ്ടത്. എത്രയാണ്? 10 എന്നാണ് ഒന്നാമത്തെ ആൾ എഴുതിയത്. രണ്ടാമത്തെ 50